അള്ളാന്റെ കൽപ്പനയുണ്ട് ഖദീജ ബീവിയെ കെട്ടണമെന്ന് എല്ലാരും ഒത്തു ചേർന്ന് മംഗളം നേടിടുന്നേ കരുണിമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നേ തിരുത്താനബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ അരിമപ്പൂത്ത റസൂലേ വരവതി വണ്ടേ ലൗകിക ഗുരു വന്ന റബീഉൽ അവ്വൽ ഈ റബീഉൽ അവ്വൽ ആശ്രാന്റെ ത്യാഗം വഹിച്ച് അറുപത്തെ ക്ലാസ് സഹിച്ച് ആരാലും സാധിക്കാത്തൊരു ജീവിതമാർഗം പൂമുഖമുണ്ടിൽ വെച്ച് ഈ മുന്നിൽ വാസം വെച്ച് കൂലിയും കിട്ടി ദിനമൊന്നു തെറ്റാതെ പരം പോലെയെല്ലാം ഒരുക്കി കൊടുക്കും. വിളിച്ചാലോ വാർമഴവില്ലിൻ വളകളയും നമുക്ക് പറയാനുള്ളത് കാര്യമായിട്ട് പര്യാവസായം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു റിസോർട്ടിൽ ജഗതിയാക്കാനൊരു മെഡിക്കൽ സ്റ്റോറ്, പിന്നെ മരക്കാർക്കാരുടെ കട ഉണ്ടാവും, അവർ കേട്ടി സ്റ്റോറ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ചുരുങ്ങിയതായിരുന്നു. ഇപ്പോൾ നല്ല ടൗൺ ആയില്ല. നമുക്ക് അതൊരു വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ടൗണിൽ ജീവിക്കുന്നതന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായി. ആദ്യം റോഡൊന്നും ഉണ്ടായില്ല. ഒരു തോട്ട് വരുമ്പോൾ ഒരു തോട് ചാലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മുട്ടിയിട്ട് ഇങ്ങാണ്ട് പാലം കടന്നിരുന്ന് നമ്മളെ വീടുണ്ടാക്കാൻ എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ കൂടി വീടുണ്ടാക്കുന്ന സമയത്ത് കല്ലേറ്റിക്കൊടുന്നത് പള്ളിൻ്റെ അവിടെ നിന്നാണ് കരിങ്കല്ലേറ്റി കൊടുത്തിട്ട് നമ്മൾ നാട്ടുകാർ നമുക്ക് ആ സ്ഥലം എടുത്ത് അതൊരു കുളമായിരുന്നു. ആ കുളത്തിലൊരു വീട് വെക്കാൻ നോക്കിയിട്ട് നല്ല റോഡുണ്ടായി. അതിന് ഒരുപാട് ആൾക്കാരെ ശ്രമം, നമ്മളെ നാസറൊക്കെ കുറെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. ആ റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നാസറും കുറെ ആൾക്കാരും എനിക്കിപ്പോൾ എല്ലാവർക്കും പറയും ഓർമ്മയില്ല. അങ്ങനെ നമുക്ക് നല്ലൊരു റോഡാണ്. ഇന്ന് നമ്മളെ മുറ്റത്ത് കണ്ണൊക്കെ കല്ല് കൊണ്ടുവരാൻ പറ്റാതെ വീടുണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് ഇന്നിപ്പോൾ നമ്മളെ മുറ്റത്ത് കൊലായിക്ക് സാധനം വരികയാണ്. അതൊക്കെ വലിയൊരു അഭിമാനമാണ്, വലിയൊരു സന്തോഷമാണ്. നമുക്ക് നല്ല വീടുമായി, സാധനങ്ങളൊക്കെ മുറ്റത്തെത്തി, വളരെ നല്ല ടൗൺ. നല്ല വസ്ത്രങ്ങൾ അണയണം, അതുപോലെ തന്നെ ഉറങ്ങണം, പിറ്റേ ദിവസം നേരം വരുന്ന അയിലോരി ഒക്കെ ചെയ്യണം. ഞങ്ങൾ നിത്യാർമ്മങ്ങളൊക്കെ ചെയ്ത് തിന്ന് കുത്തിയിരിക്കുക. അത്ര ഞങ്ങൾ കുറേ ജോലിയൊന്നും ചെയ്യാൻ പോകില്ല, ചെയ്യൂല്ല. അതിൽ ആരും കറക്റ്റാക്കണ്ട. ഞങ്ങൾ പിന്നെ എന്ത് ഞാൻ പറയുന്നത്, അതായത് ഇതിലെ സംഘാടകരെ നമ്മൾ വളരെയധികം